നിന്നെ പോലൊരു ആവണം അവൻ്റെ വലിയ ആഗ്രഹം ആണോ? ആ കണ്ട എന്താണ് സാർ ഈ അസുഖത്തിന്റെ പേര്? It's a kind of phobia. ഹോബിയ. ഇയാൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്ന് തോന്നുന്നു. അവനധികം സംസാരിക്കൂല ഫാദർ. ഇല്ലടാ, ചെറുപ്പക്കാരായ എങ്ങനെയാ വല്ലതും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കണ്ടേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്കെതിരാണ്. എന്തോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. ഞാനാണ് നിന്റെ ഗേൾഫ്രണ്ട്. നീ എന്റെ ഗേൾഫ്രണ്ട്. ഫ്രണ്ടോ? അതേ അമ്മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാൻ. നീ എന്റെ ഗേൾഫ്രണ്ട്. உனக்கு அவன் மேல நம்பிக்கை இருக்குல்ல? மூஞ்ச பார்த்தா அப்படி தெரியலையா? Is there any problem, Your Highness? There's a very big problem, Mr. Javed. നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ കഴിയോ? കഴിയില്ലല്ലോ. ലെറ്റ്സ് ഗോ. നമുക്കൊന്നും വിധിച്ചിട്ടില്ല. ഇതാ പറയണ ലൈന് വേണം ലൈന് വേണം. ഇപ്പൊ 10 ഉറുപ്പിക എടുക്കണ്ടേ ബസ്സിന്? അതാ ബോംബ് ഉണ്ടാക്കി തന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ല, അതൊക്കെ മേലെ മേലെ. 25 വയസ്സിലെ തമാശനായിരുന്നടാ. പക്ഷെ അത് ഇത്രയും കൊല്ലം ഇരിക്കപ്പുറത്ത് തരാത്ത പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ? ചിലപ്പോ മൂലക്കുറ് കാണുമടാ. അതെ. അയ്യോ, ഇത് അസുഖമല്ല. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്. ഡിയർ റാം, നിങ്ങൾക്ക് ആരുമില്ലെന്ന് പറയുന്നത് കേട്ടു. സീത, ആരാ നീ? അയ്യടാ, ചേട്ടനല്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. யாரா நீங்களா? என்னடா பண்ணிட்டு இருக்கீங்க? നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നല്ല കളർഫുൾ ആയിട്ടില്ലേ? കംപ്ലീറ്റും പൊട്ടിയതാണ് അല്ലേ? ഒരെണ്ണം പോലും വേസ്റ്റ് ആയി പോയി. അതെ, ഒരെണ്ണം പോലും വേസ്റ്റ് ആയിട്ടില്ല. കംപ്ലീറ്റും പൊട്ടി. നമുക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാണ്. കാരണം ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വന്നാലോ. അതെ, ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമോ? എങ്ങനെ ഇരിക്കുന്നു പാജിക്കുട്ടാ? പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെയൊക്കെയാണ് എല്ലാ പണിയും പോകുന്നത്. ഞാൻ പോകുന്നു. ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ബൈ. അമ്മേ, നീ മാത്രം മരിച്ചാൽ മതിയോ? റേഷൻ കിടപ്പുണ്ട്. പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. പാവപ്പെട്ട വീട്ടിൽ ഡാൻസ് കളിക്കുന്നത് ഞങ്ങളും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഒരു ഒറ്റുകൂടിയത് ചെകുത്താൻ കുട്ടി കണ്ടുപിടിച്ച ഒരു ഷാഡ് അന്വേഷിപ്പിക്കാനാണ്. മദ്യം ഐറ്റിങ്ങൾ പോകും നോക്കിയാ. നിനക്കതി പോയായിരുന്നല്ലേ? അടിച്ചു പൊളിച്ചു പോവാ. നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽക്കൂട്ടാണല്ലോടാ. കൊലച്ച തേരിടിച്ചത് ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഞാൻ കണ്ണടിക്കൂല പോനെ. എനിക്ക് അങ്ങനത്തെ ഉടുപ്പില്ലാത്ത പരിപാടിയില്ല. ട്രിപ്പിന് വന്നാല് ഉറങ്ങരുത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല. അണച്ചുപോയി അല്ലേ സാറേ? എന്നിട്ട് അവളെവിടെ? വലിയൊരു ഉപ്പി അച്ചാറുമായിട്ട് മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഭഗവാനെ, എനിക്കിങ്ങനെ ഒരു അമ്മ ഇല്ലാതായി പോയല്ലോ.
എടാ നീ എന്നെ റേപ്പൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? അന്ന് നമ്മൾ റേപ്പ് ചെയ്യാനൊന്നും പോണില്ല പിള്ളേ. അന്ന് നമ്മൾ പ്രണയിക്കും. അത് വേണ്ട എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ഉണ്ടാവണേന്ന്. ദൈവമേ നിന്റെ പണി കേൾക്കുന്നുണ്ടടാ. എന്താണമ്മ അവൻ തിരിച്ചു വരാത്തത്? അവൻ പോയ സ്ഥലം അത്ര നല്ലതായിരിക്കും. അതിപ്പോ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധിക്കുന്നൊന്നുമില്ല, തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്നുമില്ല. എന്താ കാരണം? കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടവും സ്നേഹമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇവനെ സ്നേഹം കിട്ടിയിട്ടില്ല, താരാട്ട് പാട്ട് വേണോന്ന്. എല്ലാവർക്കും എന്നെ മതി. ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. നായകന് ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടായി എന്നുള്ളതിൽ എന്താ തെറ്റ്? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? എനിക്കിത് വേണ്ട. എന്നാ എന്റെ മീൻ വറുത്തത് എടുത്തോട്ടാ. ഇതിലും ഫ്രഷ് ആയ കോഴി ഇതുപോലെ ഇരിക്കും സാർ. ആദ്യത്തെ ഒരു പ്രേമാണ് ഒരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയും ഒരു നായി കിട്ടിയ പിന്നെ പ്രേമം കൊണ്ട് ഒരു ആറാട്ടായിരിക്കും. നമ്മള് നോക്കണവരൊക്കെ വീഴും. കാട്ടുപടി സമ്പത്തെ ശംഖുമുഖത്ത് ഇന്ത്യൻ കാപ്പി ഹൗസിലൊക്കെ അടിച്ച് പൊളിച്ച് പ്രേമിച്ച് നടന്നിട്ടുണ്ട് ഞാൻ. അവസാനം ബേക്കറി ജംഗ്ഷനിൽ നിന്ന് അടി കിട്ടിയപ്പോ അത് നിന്നു. ആരും അറിയണ്ട. വാ രണ്ടിട്ടെണ്ണം അടിക്കാം. നേരം കുളിച്ച് റെഡിയായി വന്നു. കൊതിച്ച പെണ്ണോ ചീത്ത